Press the bell button now. വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ആയുർവേദ ഡോക്ടറാണ്, ഹാർവെസ്റ്റിന്റെ പ്രോഡക്റ്റ് ട്രെയിനർ. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഗ്രോ പ്രൊഡക്റ്റ് ഓൺലൈൻ ട്രെയിനിങ്. നമ്മുടെ ഇന്ത്യ ഗ്രോ പറഞ്ഞ ബ്രാൻഡിന്റെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ 2 പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗ്രോ മാജിക്കും അതേപോലെ മോഡിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പം ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെയും ഓരോരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള പുതിയ പുതിയ അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭ്യമാവുന്നതാണ്. പ്രോഡക്റ്റ് നോളജ് ഇപ്പൊ കഴിഞ്ഞ നമ്മള് 6 പ്രൊഡക്ട്സ് നമ്മൾ അഗ്രോ പ്രൊഡക്ട്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കാർഷിക വിളകളുടെ വർധനവിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്, ആ ഒരു കൃഷിയെ ബാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഇൻസെക്റ്റുകൾ ഉണ്ട്, ഫംഗസുകൾ ഉണ്ട്, വൈറസുകൾ ഉണ്ട് അതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് അതിനെയൊക്കെ നമ്മൾക്ക് ഒന്ന് എതിരെ പ്രവർത്തിക്കാനായിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണുള്ളത്, അത് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, ഇനി അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നോളജിലൂടെ ലഭ്യമാവുന്നതാണ്. അതിനായിട്ടാണ് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്, നമ്മുടെ എഡ്യൂക്കേഷൻ വിങ് ആണ്. നമ്മളുടെ എല്ലാ തരത്തിലുള്ള ബിസിനസ് പ്രോഗ്രാംസും പ്രോഡക്റ്റ് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്ട്സ് തന്ന് ശരി ഇത് നിങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കൂ എന്നല്ല നമ്മുടെ കമ്പനി പറയുന്നത്. നമ്മുടെ കമ്പനി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് തന്നതിന് ശേഷമാണ് നിങ്ങളോട് പറയുന്നത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കൂ എന്ന്. ഈ ഒരു കോവിഡ് കാലത്ത് നമ്മൾക്കറിയാമല്ലേ, വലിയൊരു ഹാളിൽ 600-700 ആൾക്കാർ അടങ്ങുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. അപ്പം എന്നാൽ ആ ഒരു സാഹചര്യത്തെ തന്നെ എല്ലാവരെയും സുരക്ഷിതരാക്കിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം ഈ ഒരു സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന ഈ ഒരു കാലത്ത് ആൻഡ്രോയിഡ് ഫോണിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാം സംഘടിപ്പിക്കുക, ആ ഒരു ആശയം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലെ. അപ്പം ആദ്യം തന്നെ MI ലൈഫ് സ്റ്റൈലിന്റെയും ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെയും മുഴുവൻ മാനേജിംഗ് ടീം അംഗങ്ങളോടുമാണ് നന്ദി പറയുന്നത്. അപ്പൊ നമ്മുടെ ഹാർവെസ്റ്റ് പറയുന്നത് തന്നെ ഇതാണ്, നിങ്ങൾ അറിവ് നേടിക്കൊണ്ട് നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ്. നമുക്കറിയാം എത്ര ബ്രാൻഡുകളാണുള്ളത്. ടോട്ടൽ നമ്മൾക്ക് 6 ബ്രാൻഡ്സ് ആണ് ഉള്ളത്. എലമെന്റ്സ് വെൽനസ്, ഓൺ ആൻഡ് ഓൺ പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയതാണ്. പിന്നീടുള്ളതാണ് ആഹാർ, ന്യൂ സ്റ്റാർ, MI ഹോം, ഇന്ത്യ ഗ്രോ. അപ്പൊ ഇന്ത്യ ഗ്രോ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അഗ്രികൾച്ചർ, കൃഷിയുടെ പ്രാധാന്യം എന്താണ് നമ്മൾ നോക്കിയാൽ അറിയാം. നമ്മുടെ ഇന്ത്യൻ ജനതയിൽ 68% ഇന്ത്യൻ ജനത അഗ്രികൾച്ചറിനെയാണ് ആശ്രയിക്കുന്നത്. അതായത് കർഷകരാണ് 68% ആൾക്കാർ എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു മാർക്കറ്റിലേക്ക് കടക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു മാർക്കറ്റാണ്. കാരണം നമ്മളുടെ MI ലൈഫ് സ്റ്റൈലിന്റെ ഇന്ത്യ ഗ്രോയിൽ വരുന്ന പ്രൊഡക്ട്സ്, അഗ്രോ പ്രൊഡക്ട്സിനെ താരതമ്യം ചെയ്യാൻ പോലുമുള്ള ഒരു പ്രൊഡക്റ്റും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് മുൻപിൽ കിടക്കുന്നത്. നിങ്ങൾ ഇപ്പോ ഒരു ഫാർമറെ, ഒരു കർഷകനെ നിങ്ങൾ കൺവിൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ 3 വിളവുകളും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന 10 വർഷത്തേക്കും കൂടി അയാൾ നിങ്ങളുടെ കസ്റ്റമറായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു ഇന്ത്യൻ പെസ്റ്റിസൈഡ് മാർക്കറ്റിന്റെ സൈസ് എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് $1,000,000 പറയുന്നത്. ഇപ്പൊ 2014 1,24,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ പെസ്റ്റിസൈഡ്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2015 ആകുമ്പോഴത്തേക്കും 1,45,000 ആയി. 2017 ആകുമ്പോഴത്തേക്കും അത് 2 ലക്ഷമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതായത്
ആ ഒരു പെസ്റ്റിസൈഡ് കീടനാശിനികൾ ഉപയോഗിക്കുന്നതിന്റെ അളവിൽ ഒരു വർധനവ് നമ്മൾക്ക് കാണാനായി സാധിക്കും. ഇനി ഒരു പെസ്റ്റിസൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതിൽ എന്ത് പെസ്റ്റിസൈഡ്സ് ഉണ്ട്? കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉണ്ട്, ബയോ പെസ്റ്റിസൈഡ്സും ഉണ്ട് അല്ലെ, ജൈവ വളങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു അളവ് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2015 70% ആൾക്കാരായിരുന്നു കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിരുന്നത്. ആ ഒരു നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അപ്പൊ അതിന്റെ ആ ഒരു അളവിൽ വളരെ ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2018 ആയപ്പോഴത്തേക്കും കേവലം 45% മാത്രമാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാരണം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് അല്ലെ, ആർക്കെങ്കിലും ഇങ്ങനെ മാരകങ്ങളായിട്ടുള്ള ഒരു വിഷങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ താല്പര്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. കാശ് കൊടുത്ത് നമ്മൾ രോഗത്തിന് അടിമയാവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഒരു തരത്തിലുമുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കാത്തതായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ജൈവ വളങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ആ ജൈവ വളങ്ങളുടെ അളവൊന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2015 30% ആയിരുന്നു. അതാണെങ്കിലോ നമ്മൾക്ക് പോകെ 2016, 2017, 2018 ആകുമ്പോഴത്തേക്കും 55% ആൾക്കാരാണ് ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ഈ ഒരു പെസ്റ്റിസൈഡ്സിനെ തന്നെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ കീടങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, ഫംഗസിനെതിരെ പ്രവർത്തിക്കുന്നത് ഫംഗിസൈഡ്സ്, അനാവശ്യമായിട്ടുള്ള കളകളിലേക്ക് നശിപ്പിക്കുന്നതായിട്ടുള്ള വീഡിസൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ തന്നെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ് ഇൻസെക്ടിസൈഡ്സ്. അതായത് 53% ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുന്നത്. പിന്നെയോ ഫംഗിസൈഡ്സ് 25% ഉപയോഗിക്കുന്നത്. 18% ഈ ഹെർബിസൈഡ്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത് നമ്മുടെ ഭാഗങ്ങൾ, ഇന്ത്യയുടെ ഒരു മാപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. നോർത്തേൺ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജമ്മു കാശ്മീർ, സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു വാൽഭാഗം എന്ന് പറയല്ലേ, നമ്മൾ അടങ്ങുന്ന കേരളം, കർണാടക, തമിഴ്നാടും ഒക്കെ വരുന്നതായിട്ടുള്ള ഭാഗം. വെസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഗുജറാത്ത് അല്ലെ. ഇനി ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാൾ, ഒറീസ ഒക്കെ വരുന്ന ഭാഗം. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കൈ പോലെ കിടക്കുന്ന കുറെ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? മണിപ്പൂർ, മിസോറാം, സിക്കിം, മേഘാലയ, നാഗ, അതൊക്കെ വരുന്ന അത്രയും സ്റ്റേറ്റ്സ് ഒക്കെയാണ് ഈ നോർത്ത് ഈസ്റ്റിൽ വരുന്നത്. നമുക്ക് എത്രത്തോളമാണ് ഈ ഒരു പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ നോർത്തിലാണ് ആൾക്കാർ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുള്ളത്. പക്ഷെ അതിന്റെ ആ ഒരു അളവിൽ ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കും. 2015 44% ഉപയോഗിച്ചിരുന്നുവെങ്കിൽ 2018 ആകുമ്പോഴത്തേക്കും 25% കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരളം അടങ്ങുന്ന സൗത്ത് ഇന്ത്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 30, 35, 2017 35, പിന്നെ 2018 ആകുമ്പോഴത്തേക്കും 30%. ഒരു കോൺസ്റ്റന്റ് അല്ലെ, കൂടിയിറങ്ങി പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മേജർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾ, പ്രധാന സംസ്ഥാനങ്ങളെ നമുക്ക് നോക്കാം. ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഏത് സംസ്ഥാനക്കാരാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്? ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലുള്ളവരാണ് ഏറ്റവും അധികം പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. 30% ഉപയോഗിക്കുന്നത്. രണ്ടാം സ്ഥാനം നമുക്ക് മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കാം. 20% അവർ ഉപയോഗിക്കുന്നത്. പഞ്ചാബാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത്. 16% അവർ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതിനുശേഷം കർണാടക, പിന്നീടാണ് ഗുജറാത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ കാർഷിക വിളകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം. എന്തൊക്കെ കാർഷിക വിളകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്? നെൽകൃഷിയുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്, ധാന്യങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട് അല്ലെ. ഇതിൽ തന്നെ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് കോട്ടൺ ആണ്. 40% കോട്ടൺ കൃഷി ഉള്ളത്. പിന്നീടുള്ളതാണ് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ. അടുത്ത സ്ഥാനം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് പ്ലാന്റേഷൻ ക്രോപ്സിനാണ്. പിന്നീടാണ് നമ്മളുടെ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ വരുന്നത്. എന്താണ് അഗ്രികൾച്ചറിന്റെ ഇമ്പോർട്ടൻസ്? ഇന്നത്തെ ഈ ഒരു കോവിഡ് കാലത്ത് വളരെയധികം പ്രാധാന്യമാണ് അല്ലെ കൃഷിക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും ലോക്കായിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിലെ, സ്വന്തം പ്രദേശത്തെ മണ്ണിലേക്ക് ഇറങ്ങി ഓരോ വ്യക്തിയും കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് അല്ലെ. വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത്.
സ്വയമായിട്ട് നട്ട് നനച്ച് ഉണ്ടാക്കിയ ആ ഒരു ഇപ്പം കൈപ്പക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് വെണ്ടയ്ക്ക ആയിക്കോട്ടെ, തക്കാളി ആയിക്കോട്ടെ, അതൊക്കെ കഴിക്കുമ്പം അല്ലെ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അല്ലെ. അപ്പം ഇന്നത്തെ ഈ ഒരു ലോകം തന്നെ നോക്കി കാണുന്നത് എത്തരത്തിലുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങളെയാണ്, ഹെൽത്തി ആയിട്ടുള്ളത് അല്ലെ, നിറയെ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്ഷണത്തെയാണ് ഇന്നത്തെ ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. അല്ലാതെ ഒരുപാട് മാരകങ്ങളായിട്ടുള്ള വിഷം അടിച്ചു വരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. അപ്പം അതിനായിട്ട് നമ്മുടെ അഗ്രികൾച്ചറിനെ, നമ്മുടെ കൃഷിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതിന്റെ ഒക്കെ പരിഹാരവുമായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന ബ്രാൻഡ് വന്നിട്ടുള്ളത്. നമുക്ക് 10 പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. അതിൽ തന്നെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ, നമ്മളുടെ കാർഷിക വിളകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തിൽ നിന്നുള്ള സംരക്ഷണം? ഫംഗസ്, വൈറസ്, ബാക്ടീരിയാസ്, അതിൽ നിന്നുമുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് 7 പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. പിന്നെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. അപ്പൊ ആ 3 പ്രൊഡക്ട്സിൽ വരുന്നതാണ് ഗ്രോ മാജിക്, MI സ്പ്രേ, മോഡിഫയർ. ഇനി ക്രോപ്പ് പ്രൊട്ടക്ഷന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മാരകങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള കീടങ്ങളുണ്ട് അല്ലെ, സോയിലിൽ തന്നെയുള്ള കീടങ്ങളുണ്ട്. അതിനെതിരെയായിട്ടാണ് നമ്മുടെ ഭൂ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫംഗസിനെതിരെയായിട്ട് ഫംഗി കവച് ഉണ്ട്, വൈറ്റ് ഫ്ലൈസിന് എതിരെയായിട്ട് വൈറ്റ് ക്രഷ് ഉണ്ട്, പിന്നെയോ ലാർവാസ് അല്ലെ പുഴുക്കൾക്കൊക്കെ എതിരെയായിട്ട് പ്ലാന്റ് എസ്കോർട്ട് ഉണ്ട്, ട്രിപ്സിന്റെ മൈറ്റിന്റെയും എതിരെയായിട്ട് ട്രിപ്പ് മൈറ്റ് ഉണ്ട്, BPH നെൽകൃഷിയിലും അതേപോലെ തന്നെ മാംഗോ ഫീൽഡിലും ഒക്കെ കണ്ടുവരുന്ന BPH-നെ പ്രതിരോധിക്കാൻ വേണ്ടി, അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് BPH ബസ്റ്റർ ഉണ്ട്. വൈറസിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് വൈറസും ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്ട് ട്രെയിനിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോപ്പ് ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ് അല്ലെ, ന്യൂട്രീഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ്. ഏതൊക്കെയാണ്? ഗ്രോ മാജിക്കും മോഡിഫൈയുമാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഡക്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആൻഷ്യന്റ് ആയിട്ട്, അതായത് പുരാതനമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യ ശാസ്ത്രമായിട്ടുള്ള ആയുർവേദത്തെയും അതോടൊപ്പം മോഡേൺ അഗ്രികൾച്ചറെയുമാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ആയുർവേദം എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദവും കൃഷിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആയുർവേദത്തിൽ കൃഷിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആയുർവേദത്തില് വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് വൃക്ഷങ്ങളുടെ, ചെടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ട് 2 പുസ്തകങ്ങളാണ് വരുന്നത്. ഒന്ന് സാലിഹോത്രന്റെ 400 BC-യിൽ വന്നിട്ടുള്ളതും സുരപാലന്റെ 1000 AD-യിൽ വന്നിട്ടുള്ള സുരപാലന്റെ വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ടുള്ള 2 പുസ്തകങ്ങളിലായിട്ട് വളരെ വിശദമായിട്ട് കൃഷിയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കേണ്ടത്. എത്രത്തോളം ജലമാണ് നമ്മൾ നമ്മുടെ പാടത്ത് ഒഴിക്കേണ്ടത്, ഓരോ ചെടിക്കും എത്രത്തോളം ജലമാണ് ആവശ്യമായിട്ടുള്ളത്, എത്രത്തോളം വളമാണ് ആവശ്യമായിട്ടുള്ളത്, ഏതൊക്കെ കാലാവസ്ഥയിലും എപ്പോഴും പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് നമ്മുടെ ചെടികളെ ബാധിക്കുന്നത്, ആ രോഗങ്ങളെ എപ്രകാരം നമുക്ക് തരണം ചെയ്യാം എന്നുള്ള എല്ലാ മാർഗങ്ങളും ആയുർവേദത്തിൽ, വൃക്ഷ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർത്തും അല്ലെ, ഒരു രോഗം വന്നതിന് ശേഷം അല്ല ആയുർവേദം പ്രാധാന്യം നൽകുന്നത്, ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കുന്നതിനാണ്. അതേപോലെ തന്നെയാണ് ചെടികളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ആയുർവേദം വളരെയധികം ശ്രദ്ധയാണ് ചെലുത്തുന്നുള്ളത്. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ഒരു തരത്തിലുള്ള മാരക വിഷങ്ങൾ ഒന്നും തന്നെ ചേർന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഒരു ഇൻസെക്റ്റിനെ, കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്, എപ്രകാരമാണ്? ഞാൻ ഇനിയും പറയാൻ പോകുന്ന 4 കാര്യങ്ങളിലൂടെയാണ് ഒരു കീടത്തെ അല്ലെങ്കിൽ ഒരു ഫംഗസിനെ നശിപ്പിക്കുന്നത്. അതപ്പം ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതായിട്ടുള്ളതാണ്. ഒന്നാമത്തേതാണ് അതിന്റെ മൗത്തിൽ. ഇപ്പൊ നമ്മൾ നമ്മുടെ ഇപ്പൊ ഫംഗി കവച് ഒക്കെ നമ്മൾ സ്പ്രേ അടിച്ചു അല്ലെ, ചെടികളുടെ മേലുണ്ട്. അപ്പം അത് കഴിക്കുകയാണ് ഈ പറയുന്ന കീടങ്ങളൊക്കെ. അപ്പൊ അതങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ വായില് മാൻഡിബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു തടസ്സമാണ് ഇതിന് നേരിടുന്നത്. അപ്രകാരം ഒരു തടസ്സം വരുമ്പോൾ പിന്നീട് അതിന് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയുന്നില്ല.
പിന്നീട് എന്താണ്, നെർവസ് സിസ്റ്റത്തെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. നെർവസ് സിസ്റ്റത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ബോഡി കംപ്ലീറ്റ് പാരാലൈറ്റിക് ആവുകയാണ്, അതായത് ചലനമറ്റ് കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ വായിൽ നിന്നും വെള്ളം പോലെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു 24 മണിക്കൂറിനകം ഈ ഒരു കീടങ്ങളൊക്കെയും ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സ്പ്രേ അടിച്ചതിന് ശേഷം 24 മണിക്കൂറിന് ശേഷം വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഒക്കെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കർഷകര് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. അപ്പൊ നമ്മുടെ ഈ എല്ലാ പ്രൊഡക്ട്സിനും 2 സർട്ടിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഇന്ത്യക്കകത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ സർട്ടിഫിക്കറ്റും പിന്നീടോ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നോക്കാം, ഗ്രോ മാജിക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ക്രോപ്പ് ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്രോ മാജിക്. പേര് പോലെ തന്നെ എന്താണ്, മാജിക്കലായിട്ട് അത്ഭുതകരമായിട്ട് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്രോ മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതെന്താണ്, ഇത് എപ്രകാരത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്, ഇതൊരു സർട്ടിഫൈഡ് നാനോ ടെക്നോളജി സൊല്യൂഷൻ ആണ്. ഇതൊരു നാനോ ടെക് സൊല്യൂഷൻ ആണ്. എല്ലാ ചെടികളുടെ ഓവറോൾ വികസനത്തിന് വേണ്ടിയിട്ട്, ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്രോ മാജിക് എന്ന് പറയുന്നത്. അതും ചെറിയൊരു അളവിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണം നിങ്ങളുടെ ചെടിക്ക് ലഭിക്കുന്നതാണ്. അപ്പം എപ്രകാരമാണ് ഈ ചെടിക്ക് ഈ ഒരു ഗുണം കിട്ടുന്നത്? നമ്മുടെ പ്ലാന്റ്സിൽ ഒരുപാട് ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട്, സാലിസിലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രോ മാജിക്കിൽ എന്താണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ളത്? ജാസ്മോണേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജാസ്മോണേറ്റ് ചെടികളിൽ കാണുന്നതായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോർമോൺ എന്ന് നമുക്ക് പറയാം, ജാസ്മോണേറ്റ്. അപ്പം ഒരുപാട് ചെടികളിലുണ്ട്, ജാസ്മിനിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇത് ജാസ്മിനിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ജാസ്മോണേറ്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഒരു ജാസ്മോണേറ്റ് ഉപയോഗിച്ചത് കൊണ്ട് എപ്രകാരത്തിലാണ് ഈ ഒരു മാജിക് പ്രവർത്തിക്കാനായിട്ട്, അത്ഭുത സിദ്ധി പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ഗ്രോ മാജിക്കിന് കഴിയുന്നത്? നമ്മുടെ ഈ ഒരു ജാസ്മോണേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബയോട്ടിക്കും എബയോട്ടിക് സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാനായിട്ട് കെൽപ്പുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ബയോട്ടിക്കും എബയോട്ടിക്കും? അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സ്ട്രെസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അല്ലെ, നമുക്ക് ഈ മനുഷ്യർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ചെടികൾക്കും സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പം ഒരു പ്രദേശത്ത് വളരെ നല്ലോണം മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതൊരു സ്ട്രെസ്സാണ്. ഇനിയോ ചില പ്രദേശങ്ങളിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും, ഒട്ടും മഴയില്ല. ചില പ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാറ്റുണ്ടാവും, ചില പ്രദേശത്തോ കാറ്റുണ്ടാവില്ല. ചിലപ്പം അമിതമായിട്ടുള്ള ഒരു വളം കിട്ടുന്നുണ്ടാകും, അല്ലെങ്കിൽ വളമേ ഇല്ല. ചിലപ്പം മണ്ണിലൊക്കെ നിറയെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള, അതായത് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കാം. പക്ഷെ ചില സ്ഥലങ്ങളിലോ വളക്കൂറ് ഇല്ലാത്തതായിട്ടുള്ള മണ്ണുണ്ടാകാം. അപ്പൊ ഇതൊക്കെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ്സിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ജാസ്മോണേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ഓവറോൾ ഗ്രോത്തിന് സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എപ്രകാരമാണ് ഈ ഒരു ഓവറോൾ ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചെടിയുടെ വേരിന്റെ വളർച്ചയ്ക്ക് അല്ലെ നല്ല ദൃഢമായിട്ട് മണ്ണിൽ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നു. പുതിയ പുതിയ കായ്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. ആ കായ്കളാണെങ്കിലോ നല്ല സൈസില് അല്ലെ നല്ല പാകത്തിലുള്ള കായ്കൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. പൂമ്പൊടികൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. പിന്നെയോ ഫ്ലവേഴ്സ്, നല്ല മണമുള്ള നല്ല സുഗന്ധമുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. അപ്പം അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സിന്റെ കാര്യം പറഞ്ഞു അല്ലെ, അതായത് നല്ല ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫിലമെന്റും സ്റ്റിഗ്മയും ഒക്കെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. അപ്പം പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് വളങ്ങളും
ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അല്ലെ നേരത്തെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു, പഴങ്ങളൊന്നും തന്നെ പാകം എത്തുന്നതിനേക്കാളും മുൻപേ തന്നെ കൊഴിഞ്ഞു പോകുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഗ്രോ മാജിക് ഉപയോഗിക്കുന്നത് കൊണ്ട് വരില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗ്രോ മാജിക്. അത് എന്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? നല്ല വേരിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, നല്ല കായ്കൾ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഗ്രോ മാജിക് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട്സിന്റെ കാര്യം, നല്ല ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു, അതായത് നല്ല കളറ്, നല്ല ടേസ്റ്റ്, നല്ല സ്ട്രക്ചർ, നല്ല ഷേപ്പില്, നല്ല മണമുള്ളതായിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഫ്ലവേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ നല്ല മണമുള്ള ഫ്ലവേഴ്സിന്റെ പ്രൊഡക്ഷൻ ആണ് ഇത് സഹായിക്കുന്നത്. ഇനിയോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രോ മാജിക് ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പൊ ഒരു 100 അരി ഉണ്ടായി എന്ന് വിചാരിക്കും. ഒരു 100 അരി നമ്മൾ എണ്ണിയെടുത്തു, ഒരു 100 അരി. ഗ്രോ മാജിക് ഉപയോഗിക്കുന്നതിനേക്കാളും മുൻപ് ഈ ഒരു 100 അരിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു 60 ഗ്രാം ആണ് എന്ന് നിങ്ങളൊന്ന് വിചാരിക്കോ. നമ്മുടെ ഈ ഒരു ഗ്രോ മാജിക് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ക്വാളിറ്റി ആണ് കൂടുന്നത്, അതായത് അതിന്റെ വെയിറ്റിലാണ് ഉണ്ടാകുന്ന ഒരു വർധനവ്. നല്ല സൈസിലുള്ള പച്ചക്കറി ആയിക്കോട്ടെ പഴവർഗ്ഗങ്ങളായിക്കോട്ടെ നല്ല സൈസിലുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു 100 നെല്ലിനെ നമ്മൾ എടുത്തു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രോ മാജിക്കിന് മുന്നേ ഉപയോഗിച്ചത് 60 ഗ്രാം ആണ് അതിന്റെ വെയിറ്റ് എങ്കിൽ ഗ്രോ മാജിക് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80-90 ആവുകയാണ് ചെയ്യുന്നത്. ഒരു വർധനവ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ജാസ്മോണേറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിഗ്നൽ കൊടുക്കുന്നതാണ്. അതായത് ഇപ്പം തൊട്ടടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫംഗസ് ബാധയോ എന്തെങ്കിലും ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ ബാക്കിയുള്ള ഇലകളോട് ഇപ്പൊ ഒരു ഇലയിൽ ഒരു ഫംഗസ് ബാധിച്ചു, അപ്പൊ ബാക്കിയുള്ള ഇലകളിൽ ഇതൊരു സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം, ഈ ഇലയിൽ ഫംഗസ് ബാധിച്ചിട്ടുണ്ട് എന്നൊരു സിഗ്നൽ കൊടുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുവഴി ആ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയും കൂടിയിട്ടാണ് ഗ്രോ മാജിക് ഒരു ചെടിക്ക് നൽകുന്നത്. അപ്പം ഇത് മണ്ണില് നമ്മൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 100 മുതൽ 200 ഗ്രാമോളം ഗ്രോ മാജിക് മറ്റു വളങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് ചെടികളിൽ തളിക്കാവുന്നതാണ്. സ്പ്രിംഗ്ലർ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് തളിക്കാവുന്നതാണ്. അങ്ങനെ തളിക്കുമ്പോഴത്തേക്കും രണ്ട് കാലത്തിലാണ് നിങ്ങൾ ഇത് തളിക്കേണ്ടത്. ആദ്യത്തേത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിത്ത് പാകി അതിൽ നിന്നും ജെർമിനേഷൻ അല്ലെ, അതിൽ നിന്നും എന്താണ് മുളച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 35-45 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങൾ അതായത് ഈ മുളച്ച് വിത്ത് പാകി അതിൽ നിന്നും മുള വന്ന് കഴിഞ്ഞ് ഒരു 35-45 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യത്തെ സ്പ്രേ ചെയ്യേണ്ടതാണ്. കാരണം ഇനിയല്ലേ അല്ലെ വേരൊക്കെ ഉറച്ചു വരേണ്ട ഒരു സമയമാണ്. അപ്പൊ നന്നായിട്ട് വേര് മണ്ണിൽ ഉറയ്ക്കണം ഒക്കെ ആവശ്യമാണ് അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത്. പിന്നീട് അടുത്തത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്ലവറിങ് ചെയ്യുമ്പോഴത്തേക്കാണ്, അതായത് പൂക്കൾ വരുന്ന സമയത്തായിരിക്കണം നിങ്ങൾ രണ്ടാമത്തെ സ്പ്രേ ചെയ്യേണ്ടത്. അപ്പോഴാണ് പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ ആ പൂക്കളൊക്കെയും എന്താണ് ഫലത്തിലേക്ക് മാറാനായിട്ടും ആ പൂക്കളിൽ പൂമ്പൊടിന്റെ ഒക്കെ അളവിനെ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്പ്രേ നിങ്ങൾ ചെയ്യേണ്ടത് പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ആണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇന്നതിനൊന്നുമില്ല, നമുക്ക് എല്ലാ വിളകളിലും അല്ലെ നമ്മുടെ പച്ചക്കറി പഴവർഗ്ഗങ്ങളിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിൽ ഒരു മാജിക് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗ്രോ മാജിക് എന്ന ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് നോക്കാം, മോഡിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പൊ എന്താണ് ഈ മോഡിഫൈ? അത് എഴുതിയതിൽ തന്നെ നോക്കിക്കേ, മോഡിഫൈന്റെ സ്പെല്ലിംഗ് ഇതാണോ? അല്ല, MODIFY ആണ് അല്ലെ. പക്ഷെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? MODIPH ക്യാപിറ്റൽ ലെറ്റർ H ആണ് കൊടുത്തിരിക്കുന്നത്, Y അല്ലെ. എന്താണ് ഇതുകൊണ്ട് Pയും Hഉം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഇത്? pH-നെ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്.
pH-നെ മോഡിഫൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ മോഡിഫൈ എന്ന പ്രൊഡക്റ്റ്. അപ്പം എന്തിനാണ് ഈ ഒരു pH? ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് എടുത്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ pH ഉണ്ട് അല്ലെ. സ്കിന്നിൽ ഒരു pH ഉണ്ട്, ബ്ലഡിന് ഒരു pH ഉണ്ട്, ആമാശയത്തിലുള്ള ആസിഡിന് ഒരു pH ഉണ്ട്, സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും വജൈനയ്ക്ക് ഒരു pH ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായി കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ശരീരത്തിന് അതിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് ചെടിയുടെ കാര്യം. ചെടിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ മണ്ണിനൊരു pH ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള വെള്ളത്തിൽ ഒരു pH ഉണ്ട്. അപ്പം അതിന്റെ മണ്ണ് കൃത്യമായിട്ടുള്ള ഒരു pH ലെവലാണെങ്കിൽ മാത്രമേ ആ ഒരു മണ്ണിൽ നിന്നും ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ വലിച്ച് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ആ ചെടിയിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൃത്യമായിട്ടുള്ള ഒരു pH-ലാണെങ്കിൽ മാത്രമേ ആ ഒരു ചെടിക്ക് വെള്ളത്തെ തന്റെ വേരിൽ നിന്നും എടുത്ത് എല്ലാ ഭാഗങ്ങളിലേക്കും, ഇലകളിലും പൂക്കളിലേക്കും കായ്കളിലേക്കും ഒക്കെ ആ ഒരു വെള്ളത്തിന്റെ അംശത്തെ എത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് pH-ന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരു ചെടിക്ക് വളരാനായിട്ടുള്ള ഒരു pH എന്ന് പറയുന്നത് 6.5-നും 7.5-ന്റെയും ഇടയിലായിട്ടാണ് വരുന്നത്. എന്നാൽ ചിലതിന് ഇപ്പൊ പറയുകയാണെങ്കിൽ ബ്ലൂബെറീസിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അസിഡിക് pH-ലാണ് അത് കുറച്ചുകൂടി നന്നായിട്ട് വളരുന്നത്. അതേപോലെ ഇപ്പം എന്താണ് ഫേൺസ്, അതേപോലെ ആസ്പെറാഗസ് തുടങ്ങിയവയ്ക്ക് കുറച്ചുകൂടി ആൽക്കലൈൻ pH-ലാണ് ഇത് വളരുന്നത്. അപ്പം ഈ ഒരു pH-ന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അല്ലേ, മണ്ണിലും അതേപോലെ തന്നെ ജലത്തിന്റെയും ആ ഒരു pH കൃത്യമായിരിക്കണം. ചില സ്ഥലങ്ങളിൽ അമിതമായിട്ടുള്ള ഒരു മഴയുണ്ടാകും. അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെയൊക്കെ ആസിഡ് വാല്യൂ എന്ന് പറയുന്നത് 6.5-നേക്കാളും കുറവ് ആയിരിക്കും ആ ഒരു സ്ഥലങ്ങളുടെയൊക്കെ ആസിഡ് വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ, ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ഒരു മണ്ണിന്റെ pH ആണ് താഴേക്ക് വരുന്നത്. ആ ഒരു pH-ൽ ഒരു ക്രമക്കേടാണ് വരുന്നത്. അപ്പൊ ഒരു pH-നെ കൃത്യമാക്കി കൊണ്ടുപോകേണ്ടേ, എങ്കിൽ മാത്രമേ ആ ഒരു ചെടിക്ക് കൃത്യമായിട്ട് വളമൊക്കെ വലിച്ചെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്, പലരും പറയുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഒരുപാട് വളം ഇട്ട് കൊടുക്കുന്നു, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, പക്ഷെ എന്നാലും ചെടി ഇങ്ങനെ ഉണങ്ങി പോകുന്നു. എന്നാൽ നോക്കുമ്പോൾ ഒരു ഫംഗസും ഇല്ല, ഒരു തരത്തിലുള്ള രോഗങ്ങളും ഇല്ല ആ ചെടിക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതെന്തുകൊണ്ടാണ്? അതിന്റെ pH, അതിന്റെ മണ്ണിൽ ഉണ്ടാകുന്ന ആ ഒരു pH-ഓ അല്ലെങ്കിൽ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ pH-ഓ വ്യത്യാസമായത് കൊണ്ടാണ്. ഇപ്പം മണ്ണില് കൃത്യമായിട്ടുള്ള ഒരു pH ലെവലിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ വളം ഇട്ട് കൊടുത്തിട്ടും കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു pH ലെവൽ കൃത്യമാക്കി കൊണ്ടുപോകുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം കൊടുത്ത് കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ pH കൃത്യമാകുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻപുട്ട് നമ്മൾക്ക്, അതായത് നല്ല പച്ചക്കറി, നല്ല വിളവെടുപ്പ് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതൊരു 100% എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മോഡിഫൈ എന്നൊരു പ്രൊഡക്റ്റ്. അപ്പം ഇതിന്റെ അളവ് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇന്ന അളവ് എന്ന് നമുക്ക് ഒരിക്കലും ഇതിന് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നിങ്ങൾ 1 ലിറ്റർ വെള്ളം എടുക്കുകയാണ്, ആ ലിറ്ററിൽ നിങ്ങൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മളുടെ മോഡിഫൈ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ ഒരു റെഡ് കളർ ആകും. നിങ്ങൾ പിന്നെയും ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതൊരു അക്വാ ബ്ലൂ കളറിലേക്ക് അല്ലെങ്കിൽ ഫെയിൻഡ് ആയിട്ടുള്ള ലൈറ്റ് പിങ്ക് കളറിലേക്ക് അത് വരും. അപ്പോഴാണ് നിങ്ങൾ നിർത്തേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാം, ഇതിന്റെ ഇന്ന അളവിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ ഒഴിക്കുക. അപ്പോഴത്തേക്കും അതിന്റെ കളർ ഫസ്റ്റ് റെഡ് കളർ ആകും, അത് മെല്ലെ ഫെയ്ഡ് ആയി വന്ന് അക്വാ ബ്ലൂ കളർ അല്ലെങ്കിൽ ലൈറ്റ് കളറിൽ പിങ്ക് ആയിട്ട് മാറുന്ന ആ ഒരു സമയത്താണ് നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇതിന്റെ pH നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു pH-ലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു pH-ൽ
എത്തുമ്പോഴത്തേക്കും നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലാകാം 1 ലിറ്റർ വെള്ളത്തിൽ ഇപ്പം ഏകദേശം ഒരു 4 തുള്ളിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 15 ലിറ്റർ വെള്ളത്തില് എത്ര തുള്ളി ആയിരിക്കും വേണ്ടത്? 60 ഡ്രോപ്സ് ആണ് വേണ്ടത്. നമ്മൾ ഏകദേശം ഇപ്പൊ നമുക്ക് 1 ഡ്രോപ്പ് എന്നുള്ളത് കൃത്യമല്ല എങ്കിലും 1 ഡ്രോപ്പ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു 1 മില്ലി ആയിട്ട് നമ്മൾക്ക് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 15 ലിറ്ററിൽ നമ്മൾ എത്ര മില്ലി മോഡിഫൈ ചേർക്കണം? ഞാൻ പറഞ്ഞിരുന്നു 60 ഡ്രോപ്സ് എന്നുള്ളത് ഒരു കണക്കാണ്, അതൊരു കൃത്യമായിട്ടുള്ളതല്ല. നിങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സിലാകൽ. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പൊ ആ ഒരു വെള്ളത്തിൽ ആ ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ അക്വാ ബ്ലൂ കളർ ആകുന്ന ആ ഒരു സമയത്ത് ആണ് നിങ്ങൾ ഇത് നിർത്തേണ്ടത്. ഇപ്പൊ ഒരു 15 ലിറ്റർ വെള്ളത്തിൽ 60 ഡ്രോപ്സ് ഇടുമ്പോഴാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതായത് എത്രത്തോളമാണ് ഇടേണ്ടത്? ഒരു 60 മില്ലി മോഡിഫൈ ആണ് നിങ്ങൾ അതിൽ ചേർക്കേണ്ടത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ മോഡിഫൈയിൽ. പിന്നീട് ഉള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഈ മോഡിഫൈന്റെ ആസാമിലൊക്കെയുള്ള കർഷകര് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുവികളിൽ നിന്നുമൊക്കെയുള്ള ഒരു വെള്ളം, അതിന്റെ ഒക്കെ pH വ്യത്യസ്തമാണ്. അപ്പൊ അല്ലെങ്കിൽ ടാങ്കർ വെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ എന്താണ് കുറച്ചുകൂടി സോൾട്ട്, ഉപ്പ് കലർന്നിട്ടുള്ള വെള്ളമാണ്. ചിലവരുടേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറ്റിലേക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉപ്പ് കലർന്നതായിരിക്കും. ബോർവെൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വെള്ളമായിരിക്കും. ആ ഒരു വെള്ളം ചെടിക്ക് ഒഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെടിക്ക് അത്ര ഗുണകരമല്ലാത്തതാണ്. അപ്പൊ നിങ്ങൾ മോഡിഫൈ ഉപയോഗിച്ച് ആ ചെടിക്ക് ഈ ഒരു ടാങ്കർ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പ് കലർന്നിട്ടുള്ള ആ ഒരു കിണറ്റിലെ വെള്ളമോ ഒക്കെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു pH-നെ കൃത്യമാക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. അതുവഴി ആ ഒരു വെള്ളം ആ ഒരു ചെടിക്ക് യഥേഷ്ടം ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ആസാമിലൊക്കെയുള്ള കർഷകര് ഈ ഒരു ടാങ്കർ വെള്ളത്തിലൊക്കെ അവര് മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ആസാമിലുള്ള ഒരു കർഷകര് എന്ത് ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാങ്കർ വെള്ളം എന്നൊക്കെ പറയുന്നത് അല്ലെ, മത്സ്യങ്ങൾക്ക് വളരാനായിട്ട് പായലൊക്കെ വേണം അല്ലെ, അതിന് ഭക്ഷിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ വളരാൻ ഒരു pH ലെവൽ ഉണ്ട്. മത്സ്യത്തിന് താമസിക്കാൻ, മത്സ്യത്തിന് അതിന്റെ ഒരു താമസത്തിന് വേണ്ടിയിട്ടും ഒരു pH ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള കർഷകരൊക്കെ മോഡിഫൈ ചേർക്കാറുണ്ട് ആ ഒരു വെള്ളത്തിൽ. ആ ഒരു വെള്ളത്തിന്റെ pH കൃത്യമാകുമ്പോഴത്തേക്കും ഒരുപാട് മത്സ്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വളർത്താനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പായൽ, അവയ്ക്ക് ഭക്ഷിക്കാനായിട്ടുള്ള പായലും ഒക്കെ ഒരുപാട് വർദ്ധിച്ചും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മോഡിഫൈ ആ ഒരു പർപ്പസിനും ആ ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബ്രെയിൻ വെച്ച് എന്തിനു ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അല്ലെ പല ഉപയോഗങ്ങൾ നമ്മൾ ഇതേപോലെ ആലോചിച്ചാലായിട്ട് കണ്ടുപിടിക്കാം. അപ്പം ഒന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ടുള്ളത്, നമ്മുടെ വെള്ളത്തിലെയും സോയിലിലെയും pH-നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലെ പലതരത്തിലുള്ള യൂസസ് നിങ്ങളിപ്പോ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത്രയുമാണ് നമ്മുടെ മോഡിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ ഇന്ത്യ ഗ്രോയിന്റെ കസ്റ്റമർ കെയർ നമ്പർ ആയിട്ടുള്ള 7495677110 എന്നൊരു നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസോ അല്ലെങ്കിൽ വാട്സപ്പില് നിങ്ങൾക്ക് ഇപ്പൊ ഫംഗസ് ആണോ അല്ലെങ്കിൽ വൈറസ് ആണോ എന്നൊന്നും അറിയാത്ത പക്ഷം അല്ലെ, ചെടിയിൽ ഒരു മഞ്ഞ കളർ വരുമ്പോഴത്തേക്കും ഇനി വൈറ്റ് ഫ്ലൈ കൊണ്ടാണോ എന്നൊക്കെ അറിയാതിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ കസ്റ്റമർ കെയറിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നമ്മുടെ പല പ്രൊഡക്ട്സും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഗ്യാരണ്ടി കമ്പനി തരുന്നതല്ല. പല പ്രൊഡക്ട്സും ഫേക്ക് ആണ്, പലതിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുമാണ്. പിന്നെ നിങ്ങൾ എവിടെ നിന്നുമാണ് നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കേണ്ടത്? നിങ്ങൾക്ക് ആരാണോ ഇത് പരിചയപ്പെടുത്തി തന്നത് അവരുടെ കൈകളിൽ നിന്നും വേണം നിങ്ങൾ ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ 2 പ്രൊഡക്ട്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. അടുത്ത സെക്ഷനിൽ ഏതാണ് 4ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വരുന്നത് മൈസ് സ്പ്രേയും വൈറസിനെ പറ്റിയിട്ടുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. Thank you for watching. For more business and product videos, subscribe the channel now.